കശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം അല്പസമയത്തിനകം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തും. ശേഷം കൊച്ചിയിലെ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനാണ് തീരുമാനം. മറ്റന്നാളായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് റിയ ബേബി ചേരുന്നു. റിയ, വിമാനം എത്തിയോ? ഏതെല്ലാം പ്രധാനപ്പെട്ട ആളുകൾ അവിടെയുണ്ട്? പ്രതീക്ഷ ഏതാണ്ട് 7:40 കൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എൻ രാമചന്ദ്രന്റെ മൃതദേഹം എത്തിക്കുക. ഡൽഹിയിൽ നിന്ന് നേരത്തെ തന്നെ പുറപ്പെട്ടിരുന്നു. പ്രത്യേക വിമാനത്തിൽ ഇവിടേക്ക് എത്തിക്കും. ഇവിടെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങും, അന്തിമോപചാരം അർപ്പിക്കും. അല്പസമയം മുമ്പ് തന്നെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, അതോടൊപ്പം തന്നെ സംസ്ഥാന മന്ത്രിമാരായ ചിഞ്ചുറാണി പ്രസാദ് അടക്കമുള്ളവർ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഹൈബിയുടെ MP, എൽദോസ് കുന്നപ്പള്ളി MLA, അൻവർ സാദത്ത് തുടങ്ങി നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ കണ്ട് വിയോഗത്തിലെ വേദന അവർക്കൊപ്പം അവർ പങ്കുചേരുകയും ചെയ്തു. ഈ മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം അല്പസമയം ഈ കാർഗോ കോംപ്ലക്സിന് മുമ്പിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് അല്പസമയം മുമ്പ് തന്നെ എത്തിയിരുന്നു. അങ്ങനെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അധിക നേരമൊന്നും ഇവിടെ പൊതുദർശനമില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ, ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു സമയം മാത്രമേ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളൂ. അതിനുശേഷം കൊച്ചിയിലെ റീനൈ മെഡിസിറ്റിയിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക. തൊട്ടടുത്ത ദിവസം വെള്ളിയാഴ്ചയാണ് സംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. അല്പസമയത്തിനകം മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കും.